വേണ്ടോ, ഞങ്ങൾ സമ്മതിക്കില്ല. ആത്മഹത്യ ചെയ്തവർക്ക് തിരുക്കർമ്മങ്ങൾ കൊടുക്കാനും അവരെ സിമത്തേരിൽ അടക്കം ചെയ്യാനും നമ്മുടെ സഭാ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളവരെ അടക്കാൻ തെമ്മാടി പറമ്പുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ? മുമ്പ് ഹൃദയസ്തംഭനം വന്ന് എന്റെ മടി കിടന്ന് മരിച്ച പാലോമുറ്റത്തെ ഇട്ടിച്ചന്റെ ശവം ഈ പള്ളിപ്പറമ്പിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിലപേശിയത് ഞങ്ങൾ ആരും മറന്നിട്ടില്ല. അച്ചോ, ഈ ശവം ഇവിടെ അടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. വേണ്ട പൈലി, വേണ്ട. അവനെ പള്ളിപ്പറമ്പിൽ അടക്കട്ടെ. അവൻ തൂങ്ങി മരിച്ചതല്ല, അവനെ കർത്താവ് വിളിച്ച. വേണ്ട, അതിന് നിന്റെ ശുപാർശ എനിക്ക് വേണ്ട. എന്റെ മോനെ തമ്മാടിപ്പറമ്പിൽ അടക്കണ വന്നാലും ഞാൻ അടക്കും. പക്ഷെ നിന്റെ അവതാരം കൊണ്ട് അവനെ പള്ളിപ്പറമ്പിൽ അടക്കണ്ടടാ. ഇത്രയൊക്കെ ആയിട്ടും താൻ പഠിച്ചില്ല അല്ലേ? പറയടാ, എന്തിനാ പൊളച്ച ആത്മഹത്യ ചെയ്ത്? നീ കാരണം എന്റെ അനിയൻ കെട്ടിത്തൂങ്ങി ചത്തത്. അവന്റെ ഭാര്യയെ നീ വെച്ചോണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞ് മനസ്സ് വന്നാ അവൻ ചത്തത്. നിന്നെ ഞങ്ങൾ വെറുതെ വിടുക. അടുത്തുവരെ കൊന്നാളെ പറയാൻ ഈ ഇടവക്കാര് മുഴുവൻ കേക്കപ്പറ. എന്തിനാ പൊളച്ചൻ ചത്ത്? എന്തിനാ പൊളച്ചൻ ചത്ത്? നിന്നെ ഇത് ഞാൻ നാൻസിയെ കടന്നു പിടിക്കുന്ന കണ്ട് തെണ്ണം കൊണ്ട് പൊളിച്ച് തൂങ്ങിച്ചെത്തത്. പൊളിച്ചിന് അവസാനം എഴുതി കത്ത് ഞാനാ കീറിക്കളഞ്ഞത്. സത്യമാണോടാ? ഇവിടെ പറഞ്ഞ സത്യമാണോന്ന്? അമ്മയെ പെങ്ങളെ തിരിച്ചറിയാൻ മേലാത്ത തെണ്ടി പൊയ്ക്കോ. എനിക്കെങ്കിലും മകനില്ല. എന്റെ കർത്താവായ ദൈവം തമ്പുരാനെ, മാറാരോഗം തന്നോ, എന്തെങ്കിലും അപകടത്തിൽപ്പെടുത്തിയോ, എന്നെ കൂടി അങ്ങ് വിളിക്കാൻ മേലെ. അന്ത്യവിധിക്കുമ്പോ എന്നെ കൂടെ വിളിക്കണേ പിതാവേ. നീ അച്ചായനെ തോപ്പിച്ച് കളഞ്ഞല്ലോടാ മോനെ. അച്ചോ, സണ്ണിച്ച, നിന്റെ അപ്പച്ചനോട് ചെയ്തതിനല്ല കർത്താവ് എന്നെ ശിക്ഷിച്ചു. ഈ പാപ്പച്ചായനോട് മക്കള് പൊറുക്കണം.